സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പാട്ട് നമുക്കറിയാം, ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടമെന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് നമ്മുടെ സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്കൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് പാഠ്യ വിഷയമാക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ വിഷയങ്ങളുണ്ടാക്കിയ ആളുകൾ നമുക്കറിയാം BJPയിലുള്ള അല്ലെങ്കിൽ RSSലുള്ള ഈ വർഗീയവാദികൾ തന്നെയായിരുന്നു അന്നും പ്രശ്നമുണ്ടാക്കിയിരുന്നത്. അപ്പോൾ വേടൻ്റെ ഈ പാട്ട് അവിടെ ഒരു പാഠ്യ വിഷയമാക്കുന്നത്, ഒരു കഞ്ചാവോളിയുടെ ഒരു പാട്ട് എങ്ങനെ പാഠ്യ വിഷയമാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവർ മുന്നിലേക്ക് വന്നത്. അതിലവർക്ക് പറയാൻ ഒരു കാരണമുള്ളത്, ഈ വേടൻ തന്നെ ഈ കഞ്ചാവിൻ്റെ കേസിൽ പിടിക്കപ്പെട്ടതിൽ വേടൻ തന്നെ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയല്ല, ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ, വേടൻ്റെ നല്ല കാര്യങ്ങൾ കുറേയുണ്ട്, അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മാതൃകയാക്കാൻ പാടില്ല എന്ന് വേടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പറയുന്ന കാര്യത്തിനെയാണ് ഈ പറയുന്ന BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഈ വർഗീയവാദികളുടെ ഒരു സംഘടന അത് ഏറ്റെടുത്തിട്ട് ആ വേടൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്, അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുടെ പാട്ട് എന്തുകൊണ്ട് പാഠ്യ വിഷയമാക്കുന്നു, എന്തുകൊണ്ടാണ് അത് കുട്ടികൾക്കിടയിലേക്ക് ഒരു പഠന വിഷയമാക്കാൻ എന്ത് വാല്യൂ ആണുള്ളതെന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഒരുപാട് ആളുകൾ വന്നു. അതിനെതിരെയുള്ള സംസാരങ്ങളും അതിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം നമ്മൾ ന്യൂസിലൊക്കെ പലപ്പോഴായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതിൽ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. ആ ഒരു കൂട്ടം ആരാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു, വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല. എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, RSS അല്ലെങ്കിൽ BJP ഈ കൂട്ടം ആളുകൾക്ക് മാത്രമാണ് വേടൻ്റെ ഈ ഒരു പാട്ട് പാഠ്യ വിഷയമാക്കുന്നതിലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിലും വേടൻ ഒരു ലെവലിലേക്ക് ഉയർന്നു പോകുന്നതിലുമൊക്കെ വിഷമവും അസഹിഷ്ണുതയുള്ള ടീമെന്ന് പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഇവരുടെ ഉള്ളിലുള്ള വേടനോടുള്ള വിദ്വേഷം എന്ന അടിമയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ത്വര എന്ന് പറയുന്ന സാധനം വേടനെതിരെ ഇവർ സംസാരിക്കുന്നതിലും വേടനെതിരെ പ്രവർത്തിക്കുന്നതിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വന്നൊരു പ്രശ്നമാണ്, സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള P. അനുരാജ് എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം ഈ പറയുന്ന വേടൻ്റെ പാട്ട് പാഠ്യ വിഷയമാക്കുന്നതിൽ അദ്ദേഹമാണ് പ്രതികരിച്ചുകൊണ്ട് വന്നത്. മറ്റുള്ളവരെല്ലാം പ്രതികരിച്ചുവെങ്കിലും ഈ പറയുന്ന അനുരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനെ നിയമപരമായിട്ട് നിങ്ങൾ പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നിയമപരമായിട്ട് പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വൈസ് ചാൻസലർ അല്ലെങ്കിൽ VC അദ്ദേഹം ഈ പറയുന്ന വേടൻ്റെ പാട്ട് പാഠ്യ വിഷയമാക്കുന്നതിനെതിരെ അതിനി പാഠ്യ വിഷയമാക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദ്യമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേടൻ്റെ പാട്ട് പാഠ്യ വിഷയമാക്കിയതിൽ വേടനെ ആരാധിക്കുന്നവരും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ എന്താണെന്ന് അറിയാവുന്ന ആളുകളുമൊക്കെ ആ വേടനെ അംഗീകരിച്ചതിൽ ആ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. വേടൻ പോലും സന്തോഷത്തിലായിരുന്നു. കാരണം വേടൻ പോലും മനസ്സിൽ വിചാരിച്ചില്ലാത്ത കാര്യമാണ് നടന്നത്. അപ്പോൾ ഈ ഒരു വിമർശനമായിട്ട് വരുന്ന ആളുകൾ പറയുന്നതിൽ വേടൻ കഞ്ചാവോളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വിമർശനങ്ങളുമായിട്ട് വരുന്ന ആളുകളോട് ഞങ്ങൾ എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞങ്ങൾ കേരളക്കാരെ ഒന്നാകെയുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ, നമുക്കറിയാം അദ്ദേഹം തന്നെ പാട്ടുണ്ടാക്കി, അദ്ദേഹം തന്നെ കൊറിയോഗ്രാഫി ചെയ്ത്, അദ്ദേഹം തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഡാൻസിൽ കൂടി അദ്ദേഹം മുന്നിലേക്ക് വെച്ച് സംഭാവന ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും എല്ലാ ആളുകളും ആരാധിച്ച് പോകുന്നുണ്ട്. അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതിന് ഫാൻസ് ഉണ്ട്. ഈ വേടൻ എന്ന പോലെ തന്നെ ഒരുപാട് ഫാൻസും ഉണ്ട്. അപ്പോൾ അതിൽ ഞാനത് പറയാനുണ്ടായ കാരണം, മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന് പറഞ്ഞൊരു പാട്ട് അത് പാഠ്യ വിഷയമാക്കിയത്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പാഠ്യ വിഷയമാക്കിയതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പാട്ട് പാഠ്യ വിഷയമാക്കിയപ്പോൾ എന്തുകൊണ്ട് BJPക്ക് വേദനിച്ചില്ല? അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പറയുന്ന മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി മരിച്ചതുപോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നു. അതും ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത അളവിൽ അത്രയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ലഹരി ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലുകൾ പൊടിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, എന്തുകൊണ്ട് ഞാനിത് പറയാം, ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന് പറയുന്ന പാട്ടും ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്ന് പറയുന്ന പാട്ടും രണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിലും അതിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ BJP പറയുന്നത് ഈ ഒരു വേടൻ കഞ്ചാവോളിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മൈക്കിൾ ജാക്സൺ എന്തായിരുന്നു? മൈക്കിൾ ജാക്സൺ കഞ്ചാവാണല്ലോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ലഹരി അഡിക്റ്റഡ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ മൈക്കിൾ ജാക്സന്റെ പാട്ട് പാഠ്യ വിഷയമാക്കിയതിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ഇനി നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു മറുപടി നിങ്ങൾ പറയുമായിരിക്കും, അന്ന് ഞാൻ അവിടെ വൈസ് ചാൻസലറായിട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് സിൻഡിക്കേറ്റ് അംഗമായിരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരിക്കും. മുട്ടാപ്പോക്കി ന്യായങ്ങളൊക്കെ പറയാം. അതൊക്കെ ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേടൻ്റെ പാട്ട് പാഠ്യ വിഷയമാക്കിയതിൽ ഈ വിദ്യാർത്ഥികൾ വഴിപിഴച്ച് പോകുന്നുള്ളതോ, അല്ലെങ്കിൽ ആധുനിക തലമുറകൾ അവർക്കുള്ളിലേക്ക് ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന ഒരാളിനെ ഒരു റോൾ മോഡലാക്കി അവർ മാറ്റുമോ എന്നുള്ളതൊന്നും അല്ല നിങ്ങളുടെ ഉള്ളിലെ പേടി. നിങ്ങൾ ചെയ്ത ഇന്നലകളിൽ നിങ്ങൾ കാണിച്ച കൊള്ളരുതായ്മകൾ, ഇന്നലകളിൽ നിങ്ങൾ കാണിച്ച ചെറ്റത്തരങ്ങൾ, അത് ഈ വരുന്ന ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികൾ അത് കലാലയങ്ങളിൽ നിന്ന് തന്നെ പഠിക്കുമല്ലോ, അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫിലുള്ള ഇൻസിഡൻറ്റ് വെച്ചിട്ട് അവർക്കത് മനസ്സിലാവുമല്ലോ. അങ്ങനെ മനസ്സിലാവുമ്പോൾ അത് BJPയെ നെഗറ്റീവ്ലി ബാധിക്കുമല്ലോ എന്നുള്ളൊരു പേടിയിൽ നിന്നാണ് ഈ പറയുന്ന BJPക്കും RSSനും അതിനെ അനുകൂലിക്കുന്ന RSSനുമൊക്കെ ഈ പേടിയും വിഷമവും അല്ലെങ്കിൽ ഈ വിദ്വേഷമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എതിർക്കുന്നതും. അല്ലാതെ വേടനോടുള്ള വിദ്വേഷം കൊണ്ടൊന്നുമല്ല. വേടൻ്റെ ജാതിയാണ് ഇവിടുത്തെ പ്രശ്നം, വേടൻ്റെ മതമാണ് ഇവിടുത്തെ പ്രശ്നം, വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും രാഷ്ട്രീയങ്ങളും ഒക്കെയാണ് BJPയുടെയൊക്കെ പ്രശ്നം. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി നമ്മുടെ ജനം TV, അതായത് BJPയുടെ തന്നെ ചാണകം മുങ്ങിയൊരു ചാനലാണ് ഈ പറയുന്ന ജനം TV. ആ ചാണകങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ ആ ചാനലിൽ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ളൊരു എപ്പിസോഡായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ
പാഠ്യപദ്ധതിയിൽ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയ സംഭവം പ്രത്യേക അന്വേഷണ സംഘത്തിനെ അല്ലെങ്കിൽ അന്വേഷണ സമിതിയെ രൂപീകരിച്ച് വൈസ് ചാൻസലർ. അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് ആദ്യം കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി വാർത്തയിലേക്ക് വരാം. കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതിനെ പറ്റി പഠിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിച്ച വൈസ് ചാൻസലർ. ഭാഷാ പണ്ഡിതനും റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ എം ബഷീറിനെയാണ് വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ചുമതലപ്പെടുത്തിയത്. സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിശദാംശങ്ങൾ. വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA 3ാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ആ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള എ കെ അനുരാജ് വൈസ് ചാൻസലർക്കും ഒരുപോലെ പരാതി നൽകിയത്. വേടൻ എന്ന് പറയുന്നത് ഒന്നിലധികം കേസുകൾ നേരിടുന്ന വ്യക്തിയാണ്. കഞ്ചാവ് കൈവശം വെച്ചതിന് കേസുണ്ട്, പുലിപ്പല്ല് കൈവശം വെച്ചതിന് കേസുണ്ട്. താൻ അനുകരണീയമല്ലാത്തൊരു മാതൃകയാണ് എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് വരും തലമുറയ്ക്ക് അനുകരിക്കാൻ തക്കതായ ഒരു കാര്യമായി തീരുമെന്നും അതിനാൽ ഈ വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എ കെ അനുരാജ് വൈസ് ചാൻസലർക്കും പരാതി നൽകിയത്. ആദ്യം വൈസ് ചാൻസലർക്ക് പരാതി നൽകി, പിന്നീട് ചാൻസലർക്ക് പരാതി നൽകുകയായിരുന്നു. ആ ചാൻസലർക്ക് പരാതി കിട്ടിയതിനു ശേഷം ചാൻസലർ ആ പരാതി വൈസ് ചാൻസലർക്ക് ഫോർവേഡ് ചെയ്തതിനു ശേഷം ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും എന്താണ് നടപടി എടുത്തത് എന്ന് തനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ എം ബഷീറിനെ, ഭാഷാ പണ്ഡിതനും റിട്ടയർഡ് പ്രൊഫസറുമായിട്ടുള്ള എം ബഷീറിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ ഈ എം ബഷീർ ഈ വിഷയം പഠിച്ചതിന് ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഈ വേടനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വാർത്തകളൊക്കെ സജീവമായി രംഗത്ത് വരുന്നുണ്ട്. വേടൻ തന്നെ പല വീഡിയോകളിലും പ്രത്യക്ഷം. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ പേരിൽ ചെറിയൊരു വ്യത്യാസം വന്നു. എ കെ അനുരാജാണ്, പി അനുരാജ് എന്നതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ വിഷമം. അതായത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ മാതൃകയാക്കാൻ പാടില്ല എന്നുള്ളതും. രണ്ട്, ഈ പറയുന്ന പുതിയ കുട്ടികൾ, ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികൾ, അവർ ഈ പറയുന്ന വേടൻ എഴുതിയിരിക്കുന്ന വരികളോ അല്ലെ വേടൻ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവോളിയെ റോൾ മോഡൽ ആക്കുന്നതിലുമൊക്കെയാണ് ഇവർക്ക് പേടി. ആ ഒരു പേടിയിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന രീതിയിലേക്ക് ഇങ്ങനെ ചിന്തിച്ചതെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതൊന്നും അല്ലല്ലോ ഇവരുടെ ഉള്ളിലെ പേടി. നമ്മൾ ആദ്യമേ അറിഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി, ഈ BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന സംഘടനകൾ അല്ലെങ്കിൽ വർഗീയവാദികൾ ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുള്ള പേടിയിൽ നിന്നാണ് ഇതിലേക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ അതിനുശേഷം മനോരമ ന്യൂസിൽ കണ്ടൊരു വാർത്തയാണ്, വേടൻ മദ്യപിച്ചു എന്നതിൻ്റെ പേരിൽ സിലബസിൻ്റെ ഭാഗമാക്കുന്നത് ശരിയല്ലെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ജോൺ എബ്രഹാമിൻ്റെയും മോഹൻലാലിൻ്റെയും സിനിമകൾ കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതി, അതേപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അവർ കുറച്ചുകൂടി ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടായിരിക്കണം, ഈ പറയുന്ന മോശം കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ലക്ഷ്യമെങ്കിൽ BJP ഈ പറയുന്ന എല്ലാത്തിനെയും പ്രതികരിക്കണം. BJP പ്രതികരിക്കുന്ന വേടനെതിരെയാണ്. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പേടിച്ചിട്ടാണ്. അപ്പോൾ വേടൻ ഞാൻ ഭൂമിയിൽ വാഴുന്ന ഇടമെന്നൊക്കെ പറയുന്ന ആ ഒരു കവിതയിൽ അല്ലെങ്കിൽ ആ ഒരു വരികളിലൊക്കെയും ഒരുപാട് നല്ല വരികളുണ്ട്. അതായത് വേടൻ എഴുതുന്ന വരികൾ അത് കരിമ്പ് പോലെ മധുരിക്കില്ല എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. വേടൻ അനുഭവിച്ച വിഷമങ്ങളാണ് വേടൻ്റെ കവിതകളിലെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ കവിതകളും എടുത്തു വെച്ച് കേട്ട് കഴിഞ്ഞാൽ അതിലെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഒരു കവി പോലും ഇതുവരെയും എഴുതിയിട്ടില്ലാത്ത, ഒരാൾ പോലും മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ മുന്നിലേക്ക് വെക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ മുന്നിലേക്ക് വെക്കാൻ അവർ ധൈര്യം വരാത്ത കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, 100% നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വേടൻ സിലബസിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു തീരുമാനം മലയാളം 3ാം സെമസ്റ്ററിൽ ബിരുദത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ചർച്ചകളിലേക്ക് പോയി അതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയാണ് അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല, വേടൻ എന്നുള്ളതൊരു എനിക്ക് തോന്നിയത് ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, മലയാളം ആ വിഷയത്തിൽ UG പ്രോഗ്രാമിന്. ആ ബോർഡ് ഓഫ് സ്റ്റഡീസാണ് സാധാരണ ഈ സിലബസ് എല്ലാം ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അതിന് അക്കാദമിക് വിദഗ്ധരാണ്, അതിനകത്തുണ്ടാവുക അധ്യാപകരാണ്. അങ്ങനെ ഒരു സാധനം ഫ്രെയിം ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്കൊരിക്കലും അത് റിജക്റ്റ് ചെയ്യാറില്ല. സാധാരണയിൽ അങ്ങനെ വരുന്നൊരു സാധനത്തിനെ നമ്മൾ ആ ഫാക്കൽറ്റി ഡീൻ കൂടി കണ്ട ഒന്നുകിൽ അക്കാഡമിക് കൗൺസിൽ വയ്ക്കും, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് വൈസ് ചാൻസലർ അക്കാഡമിക് കൗൺസിലിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് പാസ്സാക്കും. സാധാരണ ഒരു സിലബസിൻ്റെ ഒരു ഫോർമേഷനിൽ വൈസ് ചാൻസലർ ഇടപെടുന്നത് ഒരു ശരിയായ കാര്യമല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഇതിനെതിരെ പരാതികൾ വന്നപ്പോഴും പലതരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. അത് വേടൻ മാത്രമല്ല, വേറെയും പരാതികൾ അതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില പരാതികൾ ചാൻസലർ അടുത്ത് തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്ത റിമാർക്സ് വെച്ച പരാതികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചില ആർഗ്യുമെൻറ്റ്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു മദ്യപിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കഥ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോൺ അബ്രഹാമിൻ്റെ സിനിമയോ അതല്ലെങ്കിൽ അയ്യപ്പൻ്റെ കവിതയോ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റാതെ വരും. അതല്ലെങ്കിൽ ഈവൻ മോഹൻലാലിൻ്റെ സിനിമ പോലും കാണാൻ പറ്റില്ല എന്നുള്ളൊരു ആളുകൾ ആർഗ്യൂ ചെയ്യും. ആ ഒരു ലൈനിൽ ആർഗ്യൂ ചെയ്യുന്ന പോലെ കലാസൃഷ്ടിയായിട്ട് കാണാം.
അപ്പോൾ അതിൻ്റെ ആ ഭാഗം മാത്രമാണ്. കണ്ടില്ലേ, അദ്ദേഹം പറയുന്ന വാക്കുകൾ എത്രയോ കൃത്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കവിയെ നമ്മൾ ആരാധിക്കാൻ പാടില്ല, അവർ എഴുതിയിട്ടുള്ള ഒരു കവിതകളും കേൾക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ കവിമാരും അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്തകളെ ഉണർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലഹരി വേണം. എല്ലാവരും ലഹരിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കവികളുടെ ഉള്ളിലുള്ള ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ ഒരു കവിതകളുടെ ആശയങ്ങളൊക്കെ അവർക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ലഹരി ഇല്ലാതെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയെങ്കിൽ ഈ പറയുന്ന BJPയുടെ ലക്ഷ്യം ഇതാണെന്നുണ്ടെങ്കിൽ, BJPയുടെ ലക്ഷ്യം നല്ലൊരു നമ്മുടെ സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഇവരെ ഒന്നും എതിർക്കാത്തത്? ഈ വേടനെതിരെ മാത്രം സംസാരിക്കുന്നത്? വേടൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം നിങ്ങളിലുള്ള ആളുകളിൽ ഒതുങ്ങിക്കൂടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളുടെ ഉള്ളിലുള്ള മനോഭാവങ്ങളാണ് വേടൻ മുന്നോട്ട് വെച്ചതെന്നുള്ള പേടി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വീഡിയോ BJPയുടെ ഏതെങ്കിലും പ്രതിനിധികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേടൻ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവ് വലിച്ചതോ പുലിപ്പല്ല് സൂക്ഷിച്ചതോ ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്? അതൊന്നും അല്ലല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം അവൻ്റെ നിറവും അവൻ്റെ ജാതിയും അതേപോലെ തന്നെ അവൻ്റെ വായാണ് നിങ്ങളുടെ പ്രശ്നം. അവൻ്റെ വായും അതേപോലെ തന്നെ അവൻ്റെ എഴുത്തും, ഇതാണ് നിങ്ങളുടെ പേടി. പ്രശ്നമല്ല, പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പേടിയാണ് വേടൻ എന്ന് പറയുന്നൊരു പയ്യനെ. എന്തുകൊണ്ടാണ്? ആ വേടൻ ഈ പറയുന്ന അവൻ്റെ എഴുതുന്ന വരികളുടെ മൂർച്ചയാണ് നിങ്ങളുടെ പേടി. അത് നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ എഴുതി കാണിക്കുമ്പോൾ എന്തിനാണ് അവനെ വാടപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇനിയും വേടൻ കത്തിക്കയറുക തന്നെ ചെയ്യും. വേടൻ്റെ പാട്ട് ഇപ്പോൾ പാഠ്യ വിഷയമായില്ലെങ്കിൽ വേടൻ എന്ത് സംഭവിക്കാനാണ്? വേടനെ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കവിത പാഠ്യ വിഷയമാകണമെന്നില്ല. വേടൻ ഇനിയും പ്രതികരിക്കും. അവൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ പ്രതികരിക്കും. അവൻ പ്രതികരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അടിമയാക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. അവരുടെ ശബ്ദമായിട്ടാണ് ആ വേടൻ തുടരുന്നത്. അതുകൊണ്ട് തന്നെയും അവന് കിട്ടാനുള്ള പിന്തുണ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളും കൊടുക്കും. കാരണം എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിച്ചമർത്തലിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവർ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടും, അവൻ്റെ കവിതകൾ കേൾക്കും, അവനെ ആരാധിക്കും. അതിൽ എത്ര വിഷമം തോന്നിയിട്ടോ എത്ര കുരു പൊട്ടിയിട്ടോ ഒരു കാര്യമില്ല എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വേടനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ വിഷമം, ആ പറയുന്ന AK അനുരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വേടനെതിരെ സംസാരിച്ചങ്ങോട്ട് തീർന്നില്ല, വിഷമം അങ്ങോട്ട് തീർന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പല പരാതിയുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും ഇത് മൂഞ്ചി പോകുന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഒരുപാട് ആളുകളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കവികളെ ആരാധിക്കുന്ന പ്രസ്ഥാനങ്ങളും ഒരുപാട് കവികളെ ഈ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ബുക്കുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരെല്ലാം ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ സിനിമയിൽ എത്രയോ പേരെ റോൾ മോഡലാക്കുന്നത് അവരെല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ലേ? എത്രയോ സിനിമയിൽ അല്ലെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ചത് വലിയൊരു കാര്യമായിട്ടും ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നതിനെയൊക്കെ അത് അവരുടെ ജീവിതത്തിൽ വേണമെന്ന ഒരു ആവശ്യമായിട്ടുള്ള ഘടകമായിട്ടും കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ തന്നെയാണ്. എന്തൊരു കഷ്ടമാണല്ലേ BJPയുടെ ഉള്ളിലെ പേടി എന്ന് പറയുന്നത്. ഒരു വേടൻ എന്ന് പറയുന്ന 29 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ളൊരു പയ്യനെ കണ്ട്, ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ആ വേടൻ എന്ന് പറയുന്ന പയ്യനെ കണ്ട് ഇത്രയും പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു രാജ്യം ഭരിക്കുന്ന ഒരു BJP ആണ് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറയാൻ നാണമില്ല നിങ്ങൾക്കൊന്നും? കഷ്ടം തന്നെയാണ്.